الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. ഇബാദത്തുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുവരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് ശബ്ദം ഇത്രയേ ഉള്ളൂ കേട്ടോ, വോളിയം കുറവാണ്, ശ്രദ്ധിച്ച് കേൾക്കാൻ നല്ലത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും നമ്മൾ വളരെ സൂക്ഷ്മമായി തന്നെ ശ്രദ്ധിച്ചു പോകേണ്ടതുമായ ചില കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചില ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് വായിക്കുന്നത്. قال الله تعالى ولا يغتب بعضكم بعضا أن يحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ولا يغتب بعضكم بعضا, നിങ്ങൾ ചിലരെ എന്ത് ചെയ്യരുത്, ഗീബത്ത് പറയരുത്. അല്ലാഹു തആല വ്യക്തമായി പറയാം. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നൊരു ചോദ്യം, അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ, അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളെ സഹോദരൻ്റെ പച്ച, അതായത് ഡെഡ് ബോഡി, ശവം നിങ്ങളിവിടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അത് നിങ്ങൾ തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഫകരിഹ്തും, ഒരിക്കലുമില്ല, നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു തആല പറയണം. എന്നാലേ അതേപോലെയാണ് ഒരാളുടെ പച്ചമാംസം തിന്നുക എന്നുള്ളത്. പറഞ്ഞ ദിവസം വല്ലതുകൊണ്ട് എന്ത് ചെയ്യുക, മുഖാമുഖം പറയുക, അവിടെ തീരുമത്. ആ ഒരു വിഷയമേ അല്ല, അതൊരു കുറ്റവുമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഒഴിവാക്കുക. മാറി നിന്ന് പറയുക എന്നത് അല്ലാഹു തആല പറയുകയാണ്, ഒരുത്തൻ്റെ പച്ചമാംസം അവനെ എന്ത് ചെയ്യുക, കൊന്നിട്ട് അവൻ്റെ മാംസം പിച്ച് തിന്നുന്നത് സമമാണ്. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു തആല വല്ലാതെ തൗബ സ്വീകരിക്കുന്നതും കരുണ ചെയ്യുന്നവരും ആണ്. അല്ലാഹു തആല മറ്റൊരു ആയത്തിൽ വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽം, നിങ്ങൾ പിന്തുടരുത് മാ ലൈസ ലക ബിഹി ഇൽം, നിങ്ങൾക്ക് അറിവില്ലാത്തൊരു വിഷയമുണ്ട്, ആ കാര്യത്തെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല, ബോധവുമില്ല, ആ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടപെടാൻ പാടില്ല. അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഇടപെട്ട് നമ്മളെന്തിനാണ് കുറ്റക്കാരനാവുന്നത് അല്ലാഹു തആല പറയണം. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, തീർച്ചയായും കണ്ണ്, അതുപോലെ തന്നെ ഇന്ന സമഅ കേൾവി, വൽ ബസർ കാഴ്ച, വൽ ഫുആദ് ഹൃദയം, കുല്ലു ഉലൈക, ഈ പറയപ്പെട്ട എല്ലാം കാന അൻഹു മസ്ഊല, നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഓരോ നമുക്ക് തന്ന അല്ലാഹു തആല തന്ന അവയവങ്ങൾ, ഈ അവയവങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യും, ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ ആളുകളും ഇഅ്ലം അന്നഹു യംബഗി ലികുല്ലി മുകല്ലഫിൻ, പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്, അൻ യഹ്ഫദ ലിസാനഹു അൻ ജമീൽ കലാമി, എല്ലാ സംസാരം, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, സംസാരത്തിനെ തൊട്ട് നാവ് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ഇല്ലാ കലാമൻ വഹറത്ത് ബിഹി മസല, സംസാരിച്ചാൽ ആർക്കെങ്കിലും വല്ല ഗുണപ്പെടുന്നതാണോ എന്ന പ്രശ്നമില്ല. നല്ലതായാലും ചീത്തയായാലും നമ്മൾ സംസാരിക്കേണ്ട, പക്ഷെ ഗുണപ്പെടുന്നൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യാം, അത് സംസാരിക്കാം. എന്നിട്ട് മത്തസ്തവൽ കലാമു തറക്കുഹു ഫിൽ മസ്ലഹത്തി, എന്നാൽ മസ്ലഹത്തിൻ്റെ വിഷയത്തിൽ പിന്നെ ഈ സംസാരങ്ങൾ ഉപേക്ഷിക്കൽ, അത് വല്ലപ്പോഴും അങ്ങനെ ഉണ്ടായ ഫസ്സുന്നത്തു അൽ ഇംസാക്കു, മസ്ലഹത്തിൻ്റെ വിഷയത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കണം നല്ലതാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ പിന്നെ ആ വാക്കുകൾ, ആ സംസാരം ഉപേക്ഷിക്കുക നല്ലതാണെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കലാണ് അവൻ ഏറ്റവും നല്ലത്. കാരണം മനസ്സിലായി, മിണ്ടാതിരുന്നാൽ ഒരു ശല്യം ഇല്ലല്ലോ, മിണ്ടുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. എന്നാൽ ലഅന്നഹു ഖദ് യൻജുറുൽ കലാമുൽ മുബാഹു ഇലാ ഹറാമിൻ വ മക്റൂമിൻ, ചിലപ്പോൾ നല്ല വർത്താനമായിരിക്കും തുടങ്ങുന്നത്, അവസാനിക്കുന്ന ഇവിടെ ഹറാമിലോ കറാഹത്തിലോ ഒക്കെ ചെന്ന് എന്ത് ചെയ്യും, അവസാനിക്കും. വദാലിക കസീറുൻ ഫിൽ ആദ, എങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. അതുകൊണ്ട് പരമാവധി നാവുകളെ സൂക്ഷിക്കുക എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവും റസൂലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരോടാ വർത്താനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആരോടാ, അല്ലാഹുവിലും റസൂലിലും ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫൽയഖുൽ ഖൈറ, വല്ല പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നന്മ പറഞ്ഞോട്ടെ. മനസ്സിലായ ഔലി അസ്മത്തല്ല മിണ്ടാടണോ,
എന്നാലും എന്ത് ചെയ്യരുത്, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വഅൻ അബി മൂസ റളിയല്ലാഹു അൻഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അബൂ മൂസ അശ്ശരി തങ്ങൾ പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, അയ്യുൽ മുസ്ലിമീൻ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠരായ മുസ്ലിമീങ്ങൾ ആരാ? അപ്പോൾ പറഞ്ഞു, ഖാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു മുസ്ലിം അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുമെങ്കിൽ അവനാണ് മുസ്ലിം. ഇപ്പം ഞാൻ എൻ്റെ കൈയും നാവും ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാണ്. എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ കരങ്ങളിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെട്ട് എപ്പോഴും ഞാൻ ആരും ഒന്നും പറയാത്ത ഒരാളാണെങ്കിൽ എന്തു ചെയ്യും, ഞാനാണ് ഏറ്റവും ഉത്കൃഷ്ടനായ മുസ്ലിം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങൾ റസൂൽ എടുത്തു പറഞ്ഞു. ഒന്ന് ലിസാന്, ഒന്ന് യദ്. നാവ് കൊണ്ട് ഒരാളെ ഈതാവ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. നാവ് കൊണ്ട് നേരം വെളുത്താൽ ഇരുട്ടുന്നവരെ എന്ത് ചെയ്യുക, കണ്ണ് ഉറക്കം പിടിക്കുന്നവരെ ഇതല്ല. ആരെങ്കിലും പറ്റി എന്ത് ചെയ്യുക, അവനെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുക, വായു വരുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ലിസാനിഹി അല്ലെങ്കിൽ യദിഹി, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഉപദ്രവിക്കുക. ഉപദ്രവത്തിന് ഏറ്റവും നല്ല 2 മാർഗ്ഗമാണ്, നാവ്, ഒന്ന് കൈ. അതുകൊണ്ട് തന്നെ ഈ 2 കാലത്തെ എടുത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ 2-ൽ നിന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ രക്ഷപ്പെടുകയാണെങ്കിൽ അവനാണെന്ത് ഏറ്റവും നല്ല മുസ്ലിം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഹദീസ് കൂടി ഓതാം ഇൻഷാ അല്ലാഹ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, ലാ തുക്സിറുൽ കലാമ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ വർത്താനം വർദ്ധിപ്പിക്കരുത്. മനസ്സിലായി? ബുദ്ധിയുള്ളവരുടെ രക്ഷമാണ് കൂടുതൽ വർത്താനം പറയാതിരിക്കാറ്. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യില്ല, കൂടുതൽ വർത്താനം പറഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കി, നല്ല ബുദ്ധിയുള്ളവർ കൂടുതൽ സംസാരിക്കില്ല, ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്ത് സംസാരിക്കണം. നമ്മൾ അയാൾ കിളവനാണ്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ എങ്ങനെയാണ് അല്ല, അത് അയാളുടെ ബുദ്ധി അങ്ങനെയാണ്. ബുദ്ധി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ലാ തുക്സിറുൽ കലാമ, ഇങ്ങനെ വെറുതെ കിടന്നെന്ത് ചെയ്യരുത്, വായിട്ടരയ്ക്കരുത്, സംസാരിക്കും. ബി ഗൈരി ദിക്രില്ല, അല്ലാഹുവെ സ്മരിക്കുന്ന വർത്തമാനമല്ലാത്ത സർവ്വ വർത്തമാനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഫഇന്ന കസ്റത്തൽ കലാമി ബി ഗൈരി ദിക്രില്ലാഹി തആല, അല്ലാഹുവെ സ്മരിക്കുന്ന ദിക്റുകളല്ലാത്ത വല്ല വർത്തമാനങ്ങളും ആരെങ്കിലും അധികരിപ്പിക്കുകയാണെങ്കിൽ അവൻ ചെയ്യും, അങ്ങനെ അധികരിപ്പിക്കലും വർദ്ധിപ്പിക്കലും ഖസ്വത്തുൽ ഖൽബി, കൽബിന് ഇരുട്ടുണ്ടാക്കിയെടുക്കും. അതായത് ദുൽമത്തുള്ള കൽബ്, ഇരുട്ടുള്ള കൽബ്, വെളിച്ചമില്ലാത്ത കൽബ്, ആ രൂപത്തിൽ ഹൃദയമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഇപ്പോൾ ഹൃദയം കറുപ്പായി അങ്ങനെ ഇരുട്ടായാൽ ഇപ്പോൾ എന്താ പ്രശ്നം? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, എന്താ പറഞ്ഞത്, വഇന്ന അബ്അദൻ നാസി മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ, വിദൂരത്തുള്ള അകന്ന മനുഷ്യന്മാരെന്ന് പറയുന്നത് അൽ ഖൽബുൽ ഖാസി, ഖസ്വത്തുൽ ഖൽബുള്ള ഖൽബ് ഇരുട്ടായ വ്യക്തിയാണ് അള്ളാഹുവിനെ തൊട്ട് ഏറ്റവും അകന്നവനെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരം കൊണ്ടുണ്ടാകുന്ന ദോഷം നമുക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായ സംസാരമേ നമുക്ക് എപ്പോഴും പാടുള്ളൂ. 24 മണിക്കൂർ എന്ത് ചെയ്യരുത്, ഇങ്ങനെ നാവിട്ടടിച്ചുകൊണ്ടേയിരിക്കരുത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹ് മൻ വഖാഹു അല്ലാഹു ശർറ മാ ബൈന ലിഹയതിഹി വശർറ മാ ബൈന റിജ്ലൈഹി ദഖലൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ വഖാഹു അല്ലാഹു, അല്ലാഹു ഒരാളെ കാത്താൽ എന്തിൽ നിന്ന്, ശർറ മാ ബൈന ലിഹയതിഹി, 2 താടി എല്ലിൻ്റെ ഇടയിൽ ഒരു സാധനമുണ്ട്, ഏതാ? നാവ്. മനസ്സിലായില്ല? എല്ലില്ലാത്തതുകൊണ്ട് ഏത് ദിശയിലേക്ക് വളച്ചാലും എന്ത് ചെയ്യും, അത് വളയും. നമ്മൾ എങ്ങോട്ട് ഉദ്ദേശിച്ചാലും എന്ത് ചെയ്യും, അത് വളയും. അങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു ഒരാളെ കാത്താൽ, ശർറ മാ ബൈന റിജ്ലൈഹി, 2 കാലിൻ്റെ ഇടഭാഗത്തുള്ളൊരു സാധനമുണ്ട്, അതിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹു തആല ഒരാളെ സൂക്ഷിച്ചാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞെന്താ, പ്രവർത്തിക്കേണ്ട കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണത്. ആരെയും ഗീബത്ത് പറയാനോ, പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാതെ സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടൽ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കി സൂക്ഷ്മമായി തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് മസലാപരമായിട്ട് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്തായിരുന്നു, അതാണെന്നാ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്തായിരുന്നു,
അതാണ് കുഴപ്പം. നമസ്കാരമാണ് പറഞ്ഞത്. നമ്മൾ എവിടെ പറഞ്ഞു? നാളെ ബാക്കി പറയാൻ പറഞ്ഞ് നിർത്തിവെച്ച എവിടെയായിരുന്നു? നമസ്കാരം ലാസ്റ്റ് എവിടെ പറഞ്ഞു? നമ്മൾ ഏത് പറയാൻ പറഞ്ഞാൽ വെച്ചത്? ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവരെന്ത് ചെയ്യുക? ഇരുന്ന് നിസ്കരിക്കുക. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അയാളെ സുജൂദ് റുക്കുവൊക്കെ എങ്ങനെയാണ് എന്നാണ് ഇനി പറയാൻ വെച്ചത്. അതല്ലേ അല്ലേ? അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. അതായത് അക്കല്ലു റുക്കുവി, നമ്മൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും റുക്കുവിൻ്റെ അക്കല്ലായ